ജനുവരി 1 ബുധനാഴ്ച തിറവെള്ളാട്ട് മഹോത്സവം. നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന 7 ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് ജനുവരി 2 രാവിലെ 8 മണിക്ക് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ കെ വിഷ്ണു ഭാരതി സ്വാമികളുടെ ആശീർവാദത്തോടെ തിരിതെളിയുമ്പോൾ പ്രശസ്ത സിനിമാ സീരിയൽ താരം ശ്രീലക്ഷ്മി മുഖ്യാതിഥിയായി എത്തുന്നു. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ചാഴൂരിൽ 26 മുതൽ നടന്നുവരുന്ന അഖില കേരള നാടകോത്സവത്തിന് സമാപനമായി. ഞായറാഴ്ച മിന്നുന്നതെല്ലാം എന്ന സോളോ നാടകം മനുഷ്യ മനസ്സിന്റെ വിഹ്വലതകളിലേക്കും ഉന്മാദങ്ങളിലേക്കുമുള്ള എത്തിനോട്ടമായി. കാഴ്ചക്കാരുടെ ഇടയിലാണ് നാടകം തുടർന്നു പോയത്. കാഴ്ചക്കാരും കഥാപാത്രങ്ങളാകുന്ന നാടകം എല്ലാവർക്കും പുതിയ അനുഭവമായി. രണ്ടാമത് കളിച്ച നാടകം മുംബൈയിലെ ഒരു ഉഷ്ണരാത്രിയിൽ എന്ന മഹേഷ് ദത്താനിയുടെ എ മഗി നൈറ്റ് മുംബൈയുടെ മലയാള ആവിഷ്കാരമായിരുന്നു. TV ബാലകൃഷ്ണൻ സംവിധാനം നിർവഹിച്ച നാടകം ഫയർ തിയേറ്റർ ഫാമിലി തൃശൂർ അവതരിപ്പിച്ചു. സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ TR രമേഷ് കുമാർ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, നാടക ആക്ടിവിസ്റ്റ് നരിപ്പറ്റ രാജു, ഷൈജു അന്തിക്കാട്, ഷീല വിജയകുമാർ, ബെന്നി BA, KV ഇന്ദുലാർ തുടങ്ങിയവർ സംബന്ധിക്കും. ഒരു സിനിമാ താരം, ഒരു പ്രശസ്ത വ്യക്തിയോ അങ്ങനെ ആയിരിക്കും ആത്മഹത്യ ചെയ്യപ്പെടും. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആത്മഹത്യ ഒരു ഫ്രണ്ട് പേജ് വാർത്തയാവുന്നത്. അപ്പോഴൊക്കെ ആത്മഹത്യകളുടെ എണ്ണം ഉയർന്നു കാണാം. ആത്മഹത്യ ഒരു പകർച്ചവ്യാധിയാണ്. ശാസ്ത്രത്തിൽ അതിനെ വെർദർ എഫക്ട് എന്ന് വിളിക്കുന്നു. ഗോധയുടെ നായകന് ശേഷം ഈ തിരിച്ചറിവിന്റെ പേപ്പർ ശരിക്കും നമ്മുടെ പത്രമാധ്യമങ്ങളിലും സിനിമകളിലും ഒക്കെ ആത്മഹത്യയെ ചിത്രീകരിക്കുന്ന രീതിയെ പറ്റി ഞാൻ